ഹിസ്ബുല്ല ഇനിയും റോക്കറ്റ് വിട്ട ഈ സമാധാന ഉടമ്പടി തന്നെ പിൻവലിക്കുമെന്ന് ഇസ്രയേലിന്റെ ഭീഷണി വന്നിട്ടുണ്ടല്ലോ. എന്താണ് നടക്കുന്നത് പശ്ചിമേഷ്യയിൽ? SKN ഈ ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആരോപണം ഇസ്രായേലിനെതിരെയാണ്. ഇസ്രായേൽ ഏതാണ്ട് 55-ലേറെ തവണയാണ് അവിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്ന് ഫ്രാൻസ്, അവിടെ കൂടെ നിൽക്കുന്ന കക്ഷി തന്നെ, അവരുടെ ആൾക്കാർ തന്നെ ആരോപിച്ചു കഴിഞ്ഞു. എന്തായാലും ഇസ്രായേൽ പറയുന്നത് ഹെസ്ബുള്ള റോക്കറ്റുകൾ അയക്കുന്നു ഇസ്രായേലിലേക്ക്, ഇത് തുടർന്നാൽ വെടിനിർത്തൽ കരാർ ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയാണ്. ഇസ്രായേൽ ഖട്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുതിയ പ്രതിരോധ മന്ത്രിയാണ്. നേരത്തെ യോയോഫ് ഗാലന്റ് ആയിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷമാണ് ഇദ്ദേഹം വന്നത്. അപ്പോൾ എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അതിശക്തമായിട്ടുള്ള ആക്രമണത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇതിനിടയിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനനിൽ 12 പേർ കൊല്ലപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. അവർ പറയുന്നത് ഹെസ്ബുള്ള അതിർത്തിയിലേക്ക് കയറാൻ നോക്കുന്നു. എന്തായാലും ഹെസ്ബുള്ള പറയുന്നത് വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ഇങ്ങനെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചതെന്ന് പറയുന്നത്. എന്തായാലും അവിടെ പ്രശ്നമാണ്. ഒപ്പം തന്നെ ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഗസയിൽ തന്നെയാണ്. ഗസയിൽ 40ഓളം പേർ ഇസ്രായേലി ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടു. മരണസംഖ്യ 44,500 കവിഞ്ഞിരിക്കുന്നു. വല്ലാത്തൊരു സംഖ്യയാണ്. 14 മാസമായി ഈ യുദ്ധം ആരംഭിച്ചിട്ട്. അതിനുവേണ്ടിയുള്ള വെടിനിർത്തലിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. ഇത് മാത്രമല്ല, വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം SKN, അവിടേക്കുള്ള ഈ ജീവകാരുണ്യ സഹായമായിട്ട് ട്രക്കുകളിൽ ഭക്ഷണം വരുന്നതാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തടഞ്ഞിരിക്കുകയാണ്. സഭയുടെ ഏജൻസിക്ക് വരാൻ പറ്റുന്നില്ല. വേൾഡ് സെൻട്രൽ കിച്ചൺ, അത് അമേരിക്കയുടെ UN ഏജൻസിയാണ്, യുനുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസിയാണ്, ജീവകാരുണ്യ ഏജൻസിയാണ്. അവരുടെ 3 പേർ കൊല്ലപ്പെട്ടതോടെ അവരും പിൻവാങ്ങി. ഇപ്പോൾ ഭക്ഷണം എത്തുന്നില്ല. പട്ടിണി മരണം ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന വാർത്ത കൂടി വരുന്നു. എന്ന് മാത്രമല്ല, ഒരുപാട് പേര് പട്ടിണിയിൽ, ദുരിതം, രോഗം, ഈ രീതിയിൽ നട്ടം തിരികെയാണ്. 23 ലക്ഷം പേരാണ് ഗസയുടെ മുനമ്പിലുള്ളത്. മിക്കവാറും ആൾക്കാർക്കൊക്കെ വീട് വിട്ടോടി പല സ്ഥലത്ത് ടെൻറ്റുകളിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിയുന്നത്. എന്തായാലും ഗസ വല്ലാത്തൊരു ദുരന്തമാവുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതരായിട്ടുള്ള വിദഗ്ധർ തന്നെ പറയുന്നു. ആരും പറഞ്ഞാൽ കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല, ഹമാസ് തയ്യാറാവുന്നില്ല, ഒപ്പം തന്നെ ഇപ്പുറത്ത് ഹെസ്ബുള്ളയും തയ്യാറാവുന്നില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം, അതിനിടയിൽ ട്രംപിൻ്റെ വലിയ ഭീഷണി വന്നിട്ടുണ്ട്. SKN, ഇസ്രായേലിലെ ബന്ദികളെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ അധികാരത്തിൽ വരുമ്പോൾ കാണേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹമാസിനോട് ഉടൻ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ 33 ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇനിയും കൂടുതൽ പേർ മരണാവസ്ഥയിലാണ്. അവരെ ആ തരത്തിൽ തന്നെ അവർ രക്ഷപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. താങ്ക് യു.